പലപ്പോഴും കെ മുരളീധരൻ്റെ പ്രസംഗങ്ങളൊക്കെ നർമ്മം കലർത്തിയതാണ്. അത് അച്ഛനെ പോലെ തന്നെ പലപ്പോഴും നർമ്മം കലർത്തിയിട്ടുള്ള പ്രസംഗങ്ങളൊക്കെയാണ് കേട്ടിരിക്കാനും ഒക്കെ. തഴക്കവും പഴക്കവും ചെന്ന ഒരു രാഷ്ട്രീയക്കാരൻ, കോൺഗ്രസ് രാഷ്ട്രീയക്കാരൻ എന്ന് തന്നെ പറയും. ഇപ്പോൾ KPCCയുടെ ഒരു പുതിയ അധ്യക്ഷ സ്ഥാനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പൊക്കെ വന്നപ്പോഴേക്കും അതുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ പ്രസംഗം, ഒരു ചെറിയ വീഡിയോ ഞാൻ കണ്ടു. അതിനകത്ത് അദ്ദേഹം പറഞ്ഞ 1-2 കാര്യങ്ങൾ, വലിയൊരു ബോംബൊക്കെ പൊട്ടാൻ വേണ്ടി എല്ലാവരും കാത്തിരുന്നു. പക്ഷേ ഒരു ബോംബ് പോയിട്ടൊരു ഒന്നും തന്നെ പൊട്ടിയില്ല എന്നുള്ളത് എല്ലാവർക്കും നിരാശയൊക്കെ തോന്നി. പിന്നീട് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, തൃശ്ശൂരിലേക്ക് ഞാൻ പോകുന്നതോടെ എൻ്റെ ഗ്രാഫൊക്കെ താന്നു, എൻ്റെയും പ്രതാപൻ്റെയൊക്കെ ഗ്രാഫ് താന്നു, പക്ഷേ ഷാഫിയുടെയൊക്കെ ഗ്രാഫ് ഉയർന്നു എന്നുള്ളത്. ഈ കെ മുരളീധരന് ഇപ്പോൾ കുഞ്ചൻ നമ്പ്യാരാകുകയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ആൾക്കാരെ ഇങ്ങനെ ചിരിപ്പിക്കുകയാണ്. കോൺഗ്രസ്സുകാരെ ചിരിപ്പിക്കണമെങ്കിൽ കുറച്ച് പ്രയാസമാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്ന് മുരളീധരനെ ഇന്ന് ഇന്ദിരാഭവനിൽ കൊണ്ടുവന്നാണോ സംശയമുണ്ട്. അദ്ദേഹം സണ്ണി ജോസഫിൻ്റെ മഹത്വമൊക്കെ പറയുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് CPM-നോടായിട്ടാണ് ചോദ്യങ്ങൾ. അവരോടായിട്ട് ചോദിക്കുന്നതിൻ്റെ പൊരുൾ ഈ ഒരു നർമ്മം ഉള്ള നർമ്മരൂപേണ അവതരിപ്പിച്ച മുരളീധരൻ്റെ രീതിയെ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ കുഞ്ചൻ നമ്പ്യാരുടെ തന്നെ 2 വരികളിലൂടെ പറഞ്ഞാൽ, നാട്ടിൽ പ്രഭുക്കളെ കണ്ടാലറിയാത്ത കാട്ടിൽ കിടക്കുന്ന മൂളിക്കുരങ്ങ് നീ, സണ്ണി ജോസഫിൻ്റെ മഹത്വമൊന്നും നിങ്ങൾക്കറിയത്തില്ലേ, നിങ്ങളൊക്കെ വെറും കാട്ടിൽ കിടക്കുന്ന കുരങ്ങന്മാരാണ് എന്നുള്ള രീതിയിലാണ് മറ്റുള്ളവരെ പരിഹസിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ MV ഗോവിന്ദൻ CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ്, കണ്ണൂരുകാരനാണ്, കണ്ണൂർ ജില്ലയാണ്. അതുപോലെ സണ്ണി ജോസഫും KPCCയുടെ അധ്യക്ഷൻ, കണ്ണൂർ ജില്ലക്കാരൻ. അപ്പം ഒരു ജില്ലയിൽ നിന്നുള്ള 2 പേരാണ് 2 പാർട്ടിയുടെ അമരക്കാരന്മാരായി നിന്ന് പൊരുതുന്നത്. അപ്പോൾ സണ്ണി ജോസഫിനെ അങ്ങ് വാനോളം വാഴ്ത്തുകയും ചെയ്യുന്നുണ്ട്. സണ്ണി ജോസഫിലൂടെ കാര്യങ്ങളൊക്കെ നേടുമെന്നുള്ള മട്ടിൽ. മുരളീധരന് ഈ KPCC ആസ്ഥാനത്ത് സംസാരിച്ചതൊക്കെ മുന വെച്ച് തന്നെയാണ്. ഈ പലപ്പോഴും കോൺഗ്രസ്സിലെ ഒരു രക്ഷകനായിട്ട് നിൽക്കുന്ന ആളാണ് മുരളീധരൻ. നമുക്കറിയാം, വട്ടിയൂർക്കാവിൽ നല്ല ഒരു MLA എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അവിടെ നിന്നാണ് നേരെ ഇദ്ദേഹത്തെ വടകരയ്ക്ക് കൊണ്ടുപോയത്. വടകരയിൽ നിന്ന് എന്ത് ചെയ്തു? നേമത്ത് കൊണ്ടുവന്നു. നേമത്ത് പിന്നെ അടുത്തത് വടകരയിൽ ഒരുങ്ങിക്കഴിഞ്ഞപ്പോഴുണ്ട് നേരെ പിടിച്ച് തൃശ്ശൂർക്ക് കൊണ്ടുവന്നു. അതാണ് ഇപ്പോൾ KPCC ആസ്ഥാനത്ത് പറഞ്ഞത്, എൻ്റെ ഗ്രാഫ് താഴോട്ട് പോയി, ഷാഫിയുടെ ഗ്രാഫ് ഉയർന്നു എന്നുള്ളത്. പിന്നെ സംസാരിച്ചത് മുഴുവൻ മുന വെച്ച് തന്നെയാണ്. ഈ ഷാഫി പറമ്പലിനെയും വിഷ്ണുനാഥിനെയും പോലുള്ളവരെയൊക്കെ കൊണ്ടുവന്നു. അതുപോലുള്ള പുതുമുഖങ്ങൾ എന്നല്ല, പുതുതലമുറയെ തന്നെ കൊണ്ടുവരണം. ഈ കണ്ടുമടുത്ത മുഖങ്ങൾ മാറേണ്ട കാലം കഴിഞ്ഞു എന്നും കൂടി പറയുകയുണ്ടായി. എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കുന്ന കടൽ കിഴവന്മാരെ നിങ്ങളൊക്കെ പണി മതിയാക്കിയിട്ട് പോകൂ എന്ന് തന്നെയാണ് അർത്ഥം. മുരളീധരന് പോകാറായില്ല, സമയമുണ്ട്. മുരളീധരൻ ഇനിയും കുറേ കാലം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വരെ ആകാം കോൺഗ്രസ് നിലനിൽക്കുമെങ്കിൽ. ഇല്ലെങ്കിൽ മുരളീധരൻ അതിന് 2026 കഴിയുമ്പോൾ ചിലപ്പോൾ BJP-യിലേക്ക് വരുമോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി ഒന്നും പ്രതീക്ഷിക്കണ്ട. അപ്പം കോൺഗ്രസിനകത്ത് നിന്ന് ഇനിയിപ്പോൾ വലിയ പ്രതീക്ഷകളൊന്നും വേണ്ട. അപ്പോൾ ഇത്തരത്തിൽ ഒരു മുന വെച്ചുള്ള വർത്തമാനം തന്നെയാണ് മുരളീധരൻ നടത്തിയത്. പിന്നെ അതുപോലെ തന്നെ പറയുന്നുണ്ട്, ഈ സ്ഥാനമൊഴിഞ്ഞവരുടെ എല്ലാം ഭാവി ശോഭനമാകട്ടെ എന്നുകൂടി അദ്ദേഹം ആശംസിച്ചു കൊണ്ടാണ് നിർത്തുന്നത്. പിന്നെ പറഞ്ഞു, സണ്ണി ജോസഫിനോട് പ്രത്യേകം പറയുന്നുണ്ട്, ഇനിയും ഒരു തെരഞ്ഞെടുപ്പ് വരികയാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുണ്ട്, അത് മാറ്റിവെക്കേ, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. അവിടെ നമ്മൾ വലിയ വിജയമൊക്കെ നേടി കോൺഗ്രസിൻ്റെ ഒരു മുഖ്യമന്ത്രിയെ സ്വീകരിക്കാനായിട്ട് തയ്യാറെടുത്തു കൊള്ളാനാണ് സണ്ണി ജോസഫിനോട് പറഞ്ഞിരിക്കുന്നത്. ഇതിനു മുമ്പിരുന്ന KPCC പ്രസിഡന്റുമാറിന് ഭാഗ്യം കിട്ടിയില്ല, കാത്തിരുന്നാൽ മതി. അവിടെ ഒരു കുത്ത് K സുധാകരന് കൊടുത്തതാണ്. പിന്നെ അതിന് K സുധാകരൻ വിചാരിച്ചാൽ മാത്രം കാര്യം നടക്കുമോ? കോൺഗ്രസിൽ പ്രതിപക്ഷ നേതാവില്ലേ, അങ്ങനെ ഓരോരുത്തരുമില്ലേ.
അന്ന് ചെന്നിത്തല നായരല്ലായിരുന്നോ അന്ന് പിന്നെ 2021 മുമ്പ് പ്രതിപക്ഷ നേതാവായിട്ടിരുന്നത്? ഈ എല്ലാവരുടെയും കുഴപ്പമാണ്, അല്ലാതെ അമരത്തിരിക്കുന്നവരുടെ മാത്രം കുഴപ്പമൊന്നുമല്ല. അപ്പോൾ എന്തായാലും സണ്ണി ജോസഫിൻ്റെ അടുക്കൽ ഇതും ഒരു ഒന്ന് കൊള്ളിച്ചുകൊണ്ട് തന്നെയാണ് മുരളീധരൻ പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പ്രതീക്ഷിക്കേണ്ട, മുരളീധരൻ അറിയാം കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയൊന്നും വരാൻ പോകുന്നില്ല, കോൺഗ്രസ് തീർന്നു എന്നുള്ള രീതിയിലാണ്. എന്നിട്ട് പിന്നെ വേറൊരു കാര്യം പറഞ്ഞത്, ഈ ഞങ്ങളെ ഒറ്റക്കെട്ടായി പറയുന്നു, ഈ കോൺഗ്രസ്സുകാരുടെ ഇടയ്ക്കിടയ്ക്കുള്ള ഒരു പറച്ചിലാണ്, ഞങ്ങൾ ഒറ്റക്കെട്ടായി പറയുന്നു. അത് മുരളീധരൻ പറഞ്ഞു, ഈ എപ്പോഴും ഈ ഒറ്റക്കെട്ടായി പറയുന്നു എന്നുള്ള പറച്ചിലൊന്നും വേണ്ട, ഒറ്റക്കെട്ടായി പ്രവർത്തിച്ച് കാണിച്ചു കൊടുത്താൽ മതി എന്നുള്ളതാണ്. മുരളീധരൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം വലിയ ഹർഷാരവത്തോടുകൂടി അവിടെ KPCC ആസ്ഥാനത്ത് ഇവർ പിന്നെ അങ്ങ് എടുത്തു. പക്ഷേ ഇതൊക്കെ എത്ര പ്രാവർത്തികമാകുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. കാരണം മുരളീധരന് പലപ്പോഴും കാര്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ വടകരയിൽ ഗ്രാഫ് ഉയർന്നു എന്ന് പറഞ്ഞത് ഷാഫി പറമ്പിലിൻ്റെ, അത് പിന്നെ ഷാഫിയുടെ ഗ്രാഫ് ഉയർന്നതിനകത്ത് കോൺഗ്രസിൻ്റെ കേരളത്തിലുള്ള ഒരു മികച്ച പ്രകടനമാണ്. എന്നിട്ട് പറയുന്നുണ്ട് കൊടിക്കുന്നിൽ സുരേഷിനെയും ഒന്ന് കൊട്ടി. സുരേഷ് വീണ്ടും MP ആയിക്കൊണ്ടിരിക്കുകയല്ലേ, 8-9 തവണയായി MP. ഇത്തവണ ഈ 2024 തോൽക്കുമെന്ന് കരുതിയതാണ്. CPIയുടെ ഒരു നല്ല സ്ഥാനാർത്ഥിയാണ്. പിന്നെ LDFന് വേണ്ടി പ്രവർത്തിക്കാൻ അവിടെ ആരും ഇല്ലായിരുന്നു, അതുകൊണ്ട് തന്നെ തോറ്റുപോയത്. CPMകാരെല്ലാം വേറെ മണ്ഡലങ്ങളിൽ പോയി പ്രവർത്തിക്കുകയായിരുന്നു. CPIക്ക് വേണ്ടിയൊന്നും പ്രവർത്തിക്കത്തില്ല CPMകാർ. അപ്പം അങ്ങനെ കൊടിക്കുന്നിൽ അങ്ങ് ജയിച്ചു. കൊടിക്കുന്നിലിന് ഇടയ്ക്കിടയ്ക്ക് ഡൽഹിക്ക് പോകാൻ പറ്റും, മറ്റ് MP എന്നുള്ള രീതിയിൽ യാത്ര പ്രശ്നമൊന്നുമില്ല. ഞങ്ങൾക്കാണെങ്കിൽ ഈ പെൻഷൻ കാശിൽ നിന്ന് വേണം എടുത്തു പോകേണ്ടത് എന്നും പറയുകയുണ്ടായി. എന്ന് പറഞ്ഞാൽ തോറ്റിരിക്കുന്ന ആളാണല്ലോ. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഈ കോൺഗ്രസിനകത്ത് മുരളീധരനെ ഇവർ പല സമയത്തും രക്ഷകനായിട്ടൊക്കെ കൊണ്ടുവരികയോ ഒക്കെ ചെയ്ത്. വടകരയിൽ മുരളീധരൻ ഗംഭീര പ്രകടനമാണ് കാഴ്ചവെച്ചത്. P ജയരാജനെയല്ലേ പിടിച്ചു കെട്ടിക്കളഞ്ഞത് CPMനകത്ത്. അത് മനസ്സിലാക്കണം. അവർ വിചാരിച്ചു പിന്നെ നേമത്ത് കൊണ്ടുവന്നങ്ങ് BJPയെ തോൽപ്പിക്കാം, മുരളീധരൻ വന്നുകൊണ്ടാണ് തോറ്റത്, അതോ ശിവൻകുട്ടി കാരണമാണോ? അല്ല, ഒരുപക്ഷെ ഈ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നതിലുള്ള പാകപ്പിഴകളല്ലേ ഇപ്പൊ എല്ലാരും കൂടി ചേർന്നായിരിക്കുമല്ലോ. ഇപ്പൊ ഒരാളുടെ നിയന്ത്രണത്തിലല്ലല്ലോ. പ്രത്യേകിച്ച് കോൺഗ്രസിൽ ഇപ്പം LDFിലാണെങ്കിൽ നമുക്ക് പറയാം പിണറായി വിജയന്റെ അധീനതയിൽ പുള്ളി പറയുന്നത് പോലെ, അല്ലെ MV ഗോവിന്ദൻ പറയുന്നത് പോലെ ആണെന്ന് പറയാം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. പൊതുവേ കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്ന ഒരാളുടെ മാത്രമല്ല, അത് ഒരു ഭാഗത്ത് നോക്കുമ്പോൾ നല്ലതാണ്, പക്ഷെ പാർട്ടിക്കകത്ത് അത് പ്രശ്നങ്ങളായിരിക്കും. ജനഭാഗത്ത് വരുമ്പോൾ, ജനപക്ഷത്ത് വരുമ്പോൾ ഒരു പക്ഷെ അങ്ങനെ നിൽക്കുന്നത് തന്നെയാണ് രാഷ്ട്രീയ നിലപാട് നല്ലത് തന്നെയാണ്. പക്ഷേ ഇതിപ്പോൾ സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്ന ഒരു വ്യക്തിയായിരിക്കത്തില്ല, പല വ്യക്തികൾ ചേർന്ന് പല അതിനകത്തുള്ള സംഘടനാ പ്രവർത്തകർ KPCC അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ ചേർന്നിട്ടാണ്. അപ്പോൾ ആ സ്ഥാനാർത്ഥി നിർണ്ണയത്തിലെ പല പാകപ്പിഴകളല്ലേ ഇത്തരത്തിൽ തോറ്റുപോകാനുള്ള കാരണം. അല്ലാതെ ഇപ്പോൾ ഒരാളെ മാത്രം അവർക്ക് ഇത് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് മുരളീധരൻ ഇപ്പോൾ പറഞ്ഞത്, ഈ സ്ഥിരം കണ്ടു മടുത്ത മുഖങ്ങളെ മാറ്റണം, അത് ഈ തെരഞ്ഞെടുപ്പ് മുതലാകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പാകുമ്പോൾ ഈ കടൽ കിഴവന്മാരെല്ലാം കൂടി ഇറങ്ങും കോൺഗ്രസ്സിൽ സീറ്റ് പിടിക്കാൻ വേണ്ടിയിട്ട്. കാരണം അടുത്ത തവണ പിന്നെ ഇവിടെ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട്, അടുത്ത തവണ അധികാരത്തിലേറാം എന്നും മോഹിച്ച് നിൽക്കുകയാണ് ഈ കടൽ കിഴവന്മാർ. ആർത്തി അങ്ങനെ മൂത്ത് നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒതുക്കണം എന്നുള്ള രീതിയിലാണ്. അത് ഈ തെരഞ്ഞെടുപ്പ് മുതൽ നമുക്കത് നിലവിൽ വരണമെന്നാണ് മുരളീധരൻ പറഞ്ഞിരിക്കുന്നത്. അത് പിന്നെ സ്ഥിരം കണ്ടുമടുത്തവരെ ഒഴിവാക്കുക, അത് കോൺഗ്രസ് എത്ര തയ്യാറെടുക്കുമെന്ന് നമുക്ക് കണ്ടറിയണം. അതൊക്കെ നമുക്ക് CPMനെ കണ്ടുപിടിക്കേണ്ട കാര്യമാണ്. പുതിയ മുഖങ്ങളാണ് അവർ കൊണ്ടുവരുന്നത്. കോൺഗ്രസിനകത്ത് നടക്കത്തില്ല. കോൺഗ്രസിനകത്ത് അത് സീറ്റ് കിട്ടിയില്ലേ നമുക്കറിയാം എന്തെല്ലാം കാര്യങ്ങൾ ഇനിയും കാണാൻ പോവും. അവർ ചിലപ്പോൾ പാർട്ടി വിടും, പിന്നെ ഇന്ദിരാഭവൻ്റെ മുമ്പിൽ വന്ന് പിന്നെ തലമുണ്ടനം ചെയ്യും, ഇങ്ങനെയൊക്കെ ഉണ്ടാകും. അതെല്ലാം കാണേണ്ടി വരും. ഇതൊക്കെ വെച്ചുകൊണ്ട് തന്നെയാണ് മുരളീധരൻ എല്ലാവർക്കും കൂടെ ഇട്ട് ഒത്തുകൊടുത്തത്.
അങ്ങനെ KPCC ഒരു കണക്കിന് കോൺഗ്രസ് പാർട്ടി ഇങ്ങനെയൊക്കെയുള്ള നിലപാടുകൾ എനിക്കൊരു ഭാഗത്ത് ശരിയെന്നാണ് തോന്നുന്നത്. കാരണം CPM പലപ്പോഴും അവരുടെ അഴിമതികൾ ഉൾപ്പെടെ അവരെ തന്നെ വെള്ളപൂശി അടച്ചു വെക്കുന്ന ഒരു സ്വഭാവമാണ്. പക്ഷേ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചോട് അവരെല്ലാം തുറന്ന ഒരു സ്വഭാവം. കാരണം ഒരുപക്ഷെ ഇതിനകത്ത് ഒരു കേന്ദ്രീകൃതം ഇല്ലാത്തത് കൊണ്ടും എന്നും പറയാനുള്ള സ്വാതന്ത്ര്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ടും അത് ഒരുപക്ഷെ ജനങ്ങൾക്ക് ഗുണകരമായിട്ടില്ലേ പല സന്ദർഭങ്ങളും പണ്ട് കാലങ്ങളിൽ മുതൽ നമ്മൾ എടുക്കുവാണെങ്കിൽ. അങ്ങനെ എപ്പോഴും ഒന്നും ഗുണകരമൊന്നും ആയിട്ടില്ല. കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒന്നും നേട്ടങ്ങളൊന്നും നമുക്ക് എടുത്തു പറയാവുന്ന ഒന്നും വന്നിട്ടില്ല. ഇപ്പോൾ പല കാര്യങ്ങളിലും ഇവർ CPMനെ കണ്ടുപിടിക്കണം. ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ പോലും എന്തായാലും മുരളീധരൻ ഈ KPCC ആസ്ഥാനത്ത് ഈ ബോംബ് പൊട്ടിച്ചതിൻ്റെ കാരണം ഇങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ്. കോൺഗ്രസ് നന്നാകുന്നെങ്കിൽ നന്നാകട്ടെ എന്നുള്ളത് കൊണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.